റാന്നി MLA തന്നെ നമ്മളോടൊപ്പം ചേർന്നു, പഴകുളം മധു. പഴകുളം മധു, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നമ്മൾ കാണുന്ന ഈ സാഹചര്യം കുറച്ച് ഭീതി ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാൻ പ്രേക്ഷകരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെ പാലിക്കപ്പെടുന്നു? ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള സ്ഥിതിയിലേക്ക് മാറുന്നുണ്ടോ കാര്യങ്ങൾ? അല്ല, ഇപ്പോഴും ഭീതികരമായ അന്തരീക്ഷമാണുള്ളത്. ആണല്ലേ? റാന്നി ടൗൺ അപ്പാടെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. 2018 പ്രളയകാലത്തുണ്ടായ അതേ ഭീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ അന്തരീക്ഷം മാറണമെങ്കിൽ ഇനി മഴ കുറയണം. മഴ പാടെ നിലച്ചാൽ മാത്രമേ മലയോര പ്രദേശത്തു നിന്നുള്ള കിഴക്കൻ മലയോര ഭാഗത്തു നിന്നുള്ള വെള്ളമൊഴുക്കിന്റെ തോത് കുറയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ വെള്ളം താഴോട്ട് പോകുള്ളൂ. അപ്പം അവിടെ ഇപ്പോഴും നല്ല ശക്തമായ മഴയാണ്. കിഴക്കൻ മലയോര ഭാഗത്ത് ശക്തമായ മഴയാണ്. ആ മഴയിൽ പെയ്യുന്ന വെള്ളം ഒരു 2 മണിക്കൂർ എടുക്കും ഇവിടേക്ക് വരാൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ സാഹചര്യം ഇപ്പോഴും ഭീതിയാണ്. പല ആൾക്കാരെയും പല സ്ഥലങ്ങളിലേക്ക് സ്കൂളുകള്, പ്രത്യേക ഹാളുകളെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുകളുടെ സൗകര്യം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആൾക്കാരെ മുഴുവൻ നമ്മൾ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റുകളുണ്ടോ? ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആ ബോട്ടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. MLA ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2018 സാഹചര്യം ഉണ്ടാവും, ഞാനത് പറയായിരുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പറയാനുള്ളൊരു ഭയം കാരണമാണ് അത് ആവർത്തിക്കാത്തത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണോ ഉള്ളത് അവിടെ? ഇപ്പൊ റാന്നിയിൽ മഴ കുറവാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഈ റാന്നിയിൽ വെള്ളം വരുന്നത് മലയോര പ്രദേശത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോഴാണ്. ആ പെയ്ത്തിന് ശമനം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പെയ്ത്തിന് ശമനം ഉണ്ടായാൽ മാത്രമേ ഇവിടെ വെള്ളത്തിന്റെ വരവ് കുറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മഴ മാറി നിൽക്കുന്ന റാന്നിയിലെ സാഹചര്യം നമുക്ക് വലിയ ആശ്വാസം തരുന്നതല്ല. ശരി MLA, നമ്മളോടൊപ്പം പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. പഴകുളം മധു, റാന്നി MLA ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. MLAയുടെ വാക്കുകൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 2018 പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന് MLA തന്നെയാണ് പറയുന്നത്. ഞാനത് തുടക്കത്തിലെ ആവർത്തിച്ചപ്പോൾ പോലും അത് വീണ്ടും പറയാനുള്ളൊരു ഭയം കാരണം, അല്ലെങ്കിൽ വീണ്ടും പേടിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് വീണ്ടും ആവർത്തിക്കായിരുന്നു. പക്ഷേ MLAയുടെ വാക്കുകൾ പ്രകാരം അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങുകയാണ്. റാന്നിയിൽ നിലവിൽ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. വീണ്ടും പ്രേക്ഷകരോട് ആവർത്തിക്കുന്നു, ഇത് ഈ സാഹചര്യം നിലവിൽ നമ്മൾ കരുതുന്നത് പോലെയല്ല. കുറച്ചധികം മണിക്കൂറുകളായിട്ട് ശക്തമായ മഴ സംസ്ഥാനത്തൊട്ടാകെ തന്നെ പെയ്യുന്നുണ്ട്. അത് നമ്മൾ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ മധ്യപ്രദേശങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. പഴകുളം മധു MLA ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. പക്ഷേ ഈ മലയോര മേഖലകളിൽ നിന്ന് വരുന്ന വെള്ളം, അല്ലെങ്കിൽ അവിടെയുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ വെള്ളക്കെട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അരയ്ക്കൊപ്പം വെള്ളം, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് MLAയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ അതിലേക്കുള്ള നടപടിക്രമങ്ങൾ, മാറ്റി പാർപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ബോട്ട് സർവീസ് ഉൾപ്പെടെ ഇപ്പോഴാണ് വരുന്നത്. ഇടുക്കിയിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. MLA ഉൾപ്പെടെയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.